രണ്ടാമത്തെ ദിവസം രാവിലത്തെ വ്യൂ ആണ്. നമ്മളെ ഹോട്ടൽ ലോബിയിലെ ബംഗലുള്ള വ്യൂ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷേ ഇവിടെ ആകെ ചളി പിളിയായി. ഇന്നലത്തെ ഭംഗി മുഴുവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ജോർജിയയിൽ നമ്മളെ 4ാമത്തെ ദിവസം, അതായത് നമ്മളിന്ന് തിരിച്ചു പോവാണ്. അപ്പോൾ ഫൈനലായിട്ട് ഞാനൊന്ന്, പക്ഷേ ഇന്ന് നല്ല മഞ്ഞ് വീഴ്ചയുണ്ട്. പക്ഷേ ഇന്നലത്തെ പോലെ വൃത്തിയിൽ കിടക്കുന്നില്ല. ഇന്നലെ ആദ്യത്തെ ഡേ ആയതുകൊണ്ട് ഞങ്ങൾ അന്ന് രാത്രിയോടെ സ്നോഫാൾ ആരംഭിച്ചത്. പിറ്റേന്ന് നേരം ആയപ്പോഴേക്കും നല്ല ഫ്രഷായിട്ട് കിടന്നിരുന്നു. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് വണ്ടികളൊക്കെ ഓടി ഒരു ചളി വന്ന്, പിന്നെ അതേപോലെ തന്നെ കുറേ വെള്ളമായിട്ട് ഒലിച്ചിറങ്ങൽ തുടങ്ങി. അപ്പോൾ എന്താ വെച്ചാൽ അത് വെറും സ്നോ ആയിട്ട് കിട്ടുന്നില്ല, ചെറുതായിട്ട് മഴത്തുള്ളിയൊക്കെ പോലെ കുറേ ഒലിച്ച് പോകുന്നുണ്ട്. സംഭവം നന്നായി, ഇത് മുഴുവൻ മഞ്ഞ് പെയ്യുന്നത്. പക്ഷേ ഇന്നലത്തെ ആ ഒരു ഭംഗിയില്ല. പിന്നെ അതേപോലെ തന്നെ ഈ മരങ്ങളുടെ ഇലകളൊക്കെ ഇന്നലെ മഞ്ഞ് പൊതിഞ്ഞിട്ട് പിന്നെ അതെല്ലാം കൊഴിഞ്ഞു വീണപ്പോൾ മരങ്ങളുടെ ഭംഗി കുറേ കുറഞ്ഞ്. ഇതിപ്പോൾ ഒരു മഴ പെയ്യുന്ന പോലെ തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. പക്ഷേ ഐസാണ്, എന്നാലും ഇന്നലെ പോലെ അത്ര ഭംഗിയില്ല. അതേപോലെ തന്നെ ഇലകളിലൊന്നും ഇന്ന് അത്രയ്ക്ക് വൃത്തിയിൽ മഞ്ഞിരിക്കുന്നില്ല തോന്നുന്നു. കുറേയൊക്കെ അത് കട്ട പിടിച്ചിട്ട് താഴേക്ക് കൊഴിഞ്ഞു വീഴുക. അതേപോലെ ഇലകൾ വെയിറ്റ് കൂടിയിട്ട് അതിൻ്റെ കൂടെ കൊഴിഞ്ഞു വീഴുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് അതിൻ്റെ ഒരു ഹരം കിട്ടുന്നുണ്ട്. തണുപ്പുണ്ട്, സംഭവം തണുപ്പുണ്ട്, സാധനം കുമ്പാണ്. റിട്ടേൺ പോവാണ് മക്കളെ. ഇവിടെ മൊത്തം ഐസോട് ഐസ്. പക്ഷെ ഇന്ന് സ്നോ ഒക്കെ അടിയിലുള്ള ലെയറൊക്കെ മുഴുവൻ ഐസായി മാറിയിട്ടുണ്ട്. വണ്ടികളൊക്കെ കണ്ട ഫുള്ള് ലോഡ് ഐസായിട്ടാണ് പോകുന്നത്. നല്ല ഐസ് കള്ളക്കടത്ത് നടത്തുന്ന പോലെ സാധനം മുഴുവൻ ഐസ്. നമ്മുടെ വണ്ടിമ്മലൊക്കെ മുഴുവൻ ഐസ്. വണ്ടി രാവിലെ എടുക്കണം എന്നുണ്ടെങ്കിൽ മക്കളെ ഈ ഐസുകളൊക്കെ എടുത്ത് റിമൂവ് ചെയ്തിട്ട് വണ്ടിയൊക്കെ എടുക്കൽ നടക്കുള്ളൂ. ഇവിടെ ചില ആൾക്കാരെ വണ്ടി വന്ന് ഐസൊക്കെ കണ്ടാൽ വല്ല ഐസ് ലോഡെറ്റി കൊണ്ടാണ് മാതിരിയാണ്. കാരണം ചില ആൾക്കാർക്ക് എടുത്ത് മാറ്റാനുള്ള സമയം കിട്ടില്ല, ചിലവർക്ക് അതിന് സമയം കിട്ടുന്നവരായി ചെയ്യും. എന്തായാലും അടിപൊളി ഒരു മിനി കൂപ്പറൊക്കെ ഇതാ, ഐസ് കൂപ്പറായിരിക്കും. നല്ല ഫ്രീസറിൽ ഇട്ടച്ച മാതിരി. ഹോട്ടലിന് ചുറ്റിലുള്ള കാഴ്ചയായിട്ടത് നോക്ക് ആകെ വെള്ള കളർ. അതിൻ്റെ ഇടയിൽ 3-4 വണ്ടി ഐസ് ഇട്ടത്. വെയ്യ എവിടെയൊക്കെ വണ്ടി ജനിച്ചിരുന്നെങ്കിൽ മക്കളെ ഈ ഐസ് മാറ്റി ജീവിതം തീരുമായിരുന്നു. എന്തായാലും പടച്ചോൻ കാത്ത് ഇരുന്ന് ഐസ് കട്ടായി മാറും. അതേപോലെ തന്നെ അടിയത്തെ ലെയറൊക്കെ ശരിക്കും ഐസായി മാറും. അപ്പോൾ വീണ്ടും കുറച്ചും കൂടി സ്ലിപ്പറായി മാറും. അതുകൊണ്ടാണ് ഇവിടെ ബൂട്ടുകളൊക്കെ ഇട്ടിട്ട് ഇറങ്ങണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ തൽക്കാലം കയ്യിലുള്ളൊരു ഷൂ വെച്ചിട്ടാണ് ഇറങ്ങിക്കുന്നത്. എന്നാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, ഒന്ന് പോയേക്കാം, എന്താവോ. ഗൈസ് നല്ല സ്നോ ആണ് കേട്ടോ. കണ്ടെങ്കിൽ നല്ല സ്നോ ആണ് ഇന്ന്. മൊത്തത്തിൽ വെള്ളക്കളറ്, പക്ഷേ ചളിപിളി ആകെ ഇടങ്ങേറിൻ്റെ കൂടി എന്നാൽ പോലെ മിക്കവാറും എല്ലാവരും തേക്കി വെക്കാൻ സാധ്യതയുണ്ട്. ക്യാമറയിൽ ആരെങ്കിലും തേക്കി വെക്കാൻ കിട്ടുകയാണെങ്കിൽ അപ്പം ഞാൻ പോസ്റ്റ് ചെയ്തത്. ഓക്കെ, ലെറ്റ്സ് റെഡി. രണ്ട് ടീം ഇപ്പൊ തേക്കി വെക്കണ ഞാൻ കാണിച്ചായിരുന്നു. പറ്റണി എല്ലാവർക്കും ഭാഗ്യമുണ്ടെങ്കിൽ ആ സാധനം ഞാൻ തന്നെ ലൈവിൽ വിട്ടു. പിന്നെ അതേമാതിരി അവിടെ കുറേ വണ്ടികൾ ഐസ് ഇട്ട് വെച്ചിരിക്കണേ. ഈ അസ്മക്കഥ ഷോർട്ടും താടിയിൽ കോടിക്ക്. ഹലോ ഗൈസ്, നല്ല സ്നോഫാളിങ് കിട്ടാ. ഇതെന്താ ഇവിടെ വലിയ സംഭവം എന്ന് വെച്ചാൽ കഴിഞ്ഞ 15 വർഷത്തിനടക്കല്ല ഹയസ്റ്റ് സ്നോഫാളിങ് ആണ് അത്ര ഇന്ന്. സാധാരണ ഇവിടെ സ്നോഫാളിങ് ഇപ്പോൾ ഇന്നലെ വന്ന പോലെ ഒരു ദിവസം വരും, പിന്നാണ്ട് ഒഴിഞ്ഞു പോകും. ഇത് ഇന്ന് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. നോക്കി ആകെ സ്നോകൾ മാത്രം. നമ്മുടെ ടീം ഫുള്ള് വെയിറ്റിങ്ങിലാണ്. വണ്ടി പെട്ടി കെട്ടി റെഡി ആയിക്കാണ്. സലോമി ചേച്ചി ലേറ്റായി. സലോമി ചേച്ചി ഇന്നലെ കുറേ വയലെടുത്ത് തന്നിത്. എന്ത് പങ്ക്ച്വാലിറ്റി കുറവാണ്, എന്താണ് ഇങ്ങനെ ഇന്ന് ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. ഗൈസ്, സലോമി ചേച്ചി പറ്റിച്ച്. വിഷയം എന്താണെന്ന് വെച്ചാൽ സലോമി ചേച്ചി ഇന്ന് ലേറ്റായി. ഇന്നലെ ഞങ്ങൾക്ക് എന്നും ലേറ്റാവും. നമ്മൾ 9 മണിന്ന് പറയും, 9:30 എന്ന് പറയും, 9 മണിന്ന് പറയും. 9:30 9:45 നമ്മൾ ബസ് കയറാൻ. പിന്നെ എല്ലാ സ്ഥലത്തുനിന്നും ഫോട്ടോ എടുത്തിട്ട് ഇങ്ങോട്ട് കുരിപ്പുകൾ കയറി കിട്ടൂല. അപ്പം എന്താവും, മൊത്തം ചീത്ത സലോമി ചേച്ചി. പങ്ക്ച്വാലിറ്റി എന്താണ്, അതാണ് ഇതാണ് മറ്റേതാണ്. ഇന്ന് സലോമി ചേച്ചി ഉണ്ട്, വരട്ടെ ശരിയാക്കി കൊടുക്കണേ ഞാൻ. സ്നോ 15 ഇയേഴ്സിനിടയിലുള്ള ഹയസ്റ്റ് സ്നോഫാളിങ് ആണ് അത്ര. ഇതൊരു വണ്ടറായിട്ടോ.
നമുക്ക് ഇത്ര ഭാഗ്യമുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ചതൊക്കെ അവിടെ സ്ഥിരമാണ്. ഇത് പറഞ്ഞ് 1-2 ദിവസം ഉണ്ടാവുള്ളൂ അത്ര. അല്ലെങ്കിൽ ഒരു ദിവസം വന്നിട്ട് പിറ്റേന്ന് പോകും. അല്ലെങ്കിൽ ചെറുതായിട്ട് ഇത് കനത്തിലെ വീണ് നോക്ക്, ഷർട്ടൊക്കെ നോക്ക്, വലിയ വലിയ തരികളാണ് വരുന്നത്. നമ്മളെ അസ്റ്റോറിയ വിട്ടു പോന്നിട്ടാ. നമ്മളെ അക്കോമഡേഷൻ അവസാനത്തെ ദിവസം നമ്മൾ ഇറങ്ങിപ്പോന്ന് എല്ലാവരും സാധനങ്ങളും വായിച്ച് ഇതാ പോകുന്നു. ഇത് മുഴുവൻ സ്നോ. അവിടെ ബ്യൂട്ടിഫുൾ 2 ചേച്ചിമാർ അവിടെ നടന്നിങ്ങനെ പോകുന്നു. നല്ല സ്നോ, അടിപൊളി. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇത് എപ്പോഴും കിട്ടണമെന്നില്ല, ഇനി വന്നാലും ഞങ്ങൾക്ക് കിട്ടണമെന്നില്ല. കാരണം അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഇവിടെ തുടർച്ചയായിട്ട് മഞ്ഞ് വരുന്നില്ല. അതും വലിയതില്ലാണ്. ഇന്നലെ നിങ്ങൾക്ക് ഇത്ര ഒന്നും കാണാൻ കിട്ടില്ല. ഇന്നിപ്പോൾ ഇതാ പൂക്കളട്ടമായിരിക്കും ഇത്. അമ്മ അടിപൊളി, ഒന്നും പറയല്ല. ഒടുവിൽ എല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. ഇമ്മ അത് തണുപ്പാണെങ്കിൽ ഇനി ഷോപ്പിംഗ് നടക്കാൻ സംശയമാണ്. ഇപ്പോൾ നമ്മൾ പെട്ടി എന്തായാലും നമ്മൾ ലഗേജും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. നോക്കുമ്പോൾ നമ്മുടെ ടീമൊക്കെ ഇവിടെ റെഡി ആയി നിൽക്കണേ. വാട്ട് വിൽ ഹാപ്പൻ? അല്ല നമ്മളെ വണ്ടിയൊക്കെ ഫുൾ ഐസ് മൂടിയിരുന്നു. നിങ്ങളെ അബ്രാം ഖുറൈശി സംഭവമാണ് ഈ ഓപ്പോനെ കുറിച്ച് ഞാൻ വിചാരിച്ച വളരെ ക്ലാരിറ്റി ഇല്ലാത്തൊരു ഫോൺ. പക്ഷെ ഇപ്പൊ ഇവിടെ എടുത്തതിൽ ഏറ്റവും 2 നല്ല പിക്ചേഴ്സ് കിട്ടിയിരിക്കുന്നത് ഫായിലിന്റെ കയ്യിൽ നിന്നാണ്. ഫസ്റ്റ് ഡേ ഇട്ട ഒരു സ്നോയിലുള്ള ഒരു ചെറിയ ഭയങ്കര രസമായിട്ടുണ്ട് എനിക്ക്. ഞാൻ അതുമാതിരി കുറെ ഉണ്ട് ഞാൻ ഇടാത്തെന്ന് വെച്ചാല്. പിന്നെ അത് മാത്രമേ അതെ, അത് മാത്രമേ വരും ദിവസങ്ങളിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പിന്നെ അത് മാത്രമേ എല്ലാ ഫോട്ടോസും പിന്നെ ബാക്ക് നിൽക്കേണ്ടി വരും, ആരും ശ്രദ്ധിക്കില്ല. ഏറ്റവും നല്ലൊരു പിക്ചറാണ് ഫായിലിന്റെ ഫോണിൽ കിട്ടുന്നത്. ഞാൻ മനസ്സിലാക്കാൻ ലേറ്റായി കേൾക്കുന്നുണ്ട്. പക്ഷെ അടുത്ത അപ്പൊ ഗൈസ് ലാസ്റ്റ് ദിവസത്തിൽ നമ്മൾ തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. ഇന്നത്തെ വൈകുന്നേരം നമ്മൾ വിടും. നമ്മൾ റൂമിൽ നിന്ന് നമ്മൾ ഇറങ്ങി സ്വിറ്റ്സർലാൻഡ് ട്രിപ്പിൽ ഫായിജിന്റെ ഈ ഫോണിലായിരിക്കും എന്റെ എല്ലാ ഫോട്ടോ. അടുത്തത് അല്ല, അപ്പോഴേക്കും ഞാൻ ഐഫോൺ ആക്കും. കാരണം എന്ന് വെച്ചാല് ഇത് ഇതാണ്, ഇത് പ്രശ്നമാണ്. കട്ടൻ ചായക്ക് പാൽച്ചായിട്ട് വരുന്നത് അതെനിക്കറിയില്ല. ഫോട്ടോ അപ്പൊ നബീല് നമ്മളെ ഏറ്റവും നല്ല എന്റർടൈൻമെന്റുകളായിട്ടുള്ള നബീല്. പിന്നെ അത് അവിടെ സുമയ്യന്റെ കൈ മുഴുവൻ ഐസ് മൂടി. സോറി, മഞ്ഞല്ല. അതെ. അപ്പൊ ഗൈസ് നമ്മളിതാ അടിച്ചു പൊളിച്ച് 4 ദിവസം എന്താ നബീലൊരു എന്ത് രസമായിരുന്നു കേട്ടോ. പൊളി. ഈ മഞ്ഞ് പെയ്യുന്ന സ്ഥലത്ത് ഒരു ഗ്ലോബൽ വെഡിയിലേക്ക് തുറന്നാലോ അത് മാത്രല്ല. ഇപ്പൊ അൻവർ, ഫാരിസ് ഭായി എല്ലാരും ഫുൾ മൂഡിലാണ്. പക്ഷെ ഇന്ന് പോവാണ്. ഈ മഞ്ഞ് പെയ്യുന്ന ഈ മഞ്ഞ് പെയ്യുന്ന ജോർജിയയിൽ രാത്രിയിൽ ഈ മഞ്ഞ് പെയ്യുന്ന ജോർജിയയിൽ അല്ലേ വിട്ടുപോകാൻ മനസ്സില്ല. പിന്നെ സുമയത്താനെ കണ്ടതിലും പരിചയപ്പെട്ടിലും വളരെ അന്നങ്ങാമ്പി സുമയ്യാത്ത പലത് വിളിച്ചു പറയും. അതാരും കാര്യമാക്കണ്ട. തണുപ്പ് ഈ ഞരമ്പിൽ കൊളുത്തി പിടിച്ചതാണ്. ബുദ്ധി വരാൻ ഇനി നാട്ടിലെത്തണം. അതെ, ഇപ്പൊ നമ്മള് പെട്ടിക്കയറ്റുകയാണ്. ജോർജിയ ടിബ്ലിസിൽ നിന്ന് ഇപ്പൊ നമ്മള് വിടും. ഇനി പർച്ചേസ് ഇതൊക്കെ പരിപാടി ഉണ്ട്. പക്ഷെ നല്ല മഞ്ഞായതോടെ ഐസായില്ലെങ്കിൽ വീണ്ടും കാണാം. ഗൈസ് നമ്മള് തിരിച്ചു പോവാണ്. നമ്മളെ വണ്ടിയൊക്കെ ഐസ് മൂടിക്കണട്ടാ. കനം കൂടിയിട്ടുണ്ടാവും. ഷെബീബ് ഓടിക്കേണ്ടി വരും മിക്കവാറും. കാരണം ഫുൾ മാക്ക് നിറച്ചിട്ട് ദുബായ് തെരുവുകളിലൂടെ ടാക്സി ഓടിക്കുന്ന ഹയാസ് ഓടിക്കുന്ന ആള് ഷെബീബിന് മിക്കവാറും ഷെബീബ് വണ്ടിയുടെ ഡ്രൈവിംഗ് ഏറ്റെടുക്കേണ്ടി വരും. അപ്പോ അസ്റ്റോറിയോട് ഇവിടെ പറയാണ്. ഇത് നമ്മൾ അടുത്ത പരിപാടിക്ക് ഞാനൊരു വീഡിയോ എടുക്കട്ടെ. നമ്മള് സ്റ്റോർ ടീം ഇതാ ഫുൾ പവറില് 3-ാമത്തെ ദിവസം. ഷെബി അത് മുണ്ടാതെ ഷെബീബിനെ പണ്ടും മിണ്ടിയിട്ട് പരിചയം. അവന്ന് ഇതുവരെ വാ തുറന്നിക്കണത് ഫുഡടിക്കാനുള്ള വാ തുറക്കലൊക്കെ ഈ അവരടുത്ത ഉച്ചക്ക് നോക്കിയാൽ. എന്തായാലും നമ്മൾ മക്കളെ അടിച്ച് പൊളിച്ച് ആ കണ്ടൻ ജൂബിലിനൊക്കെ എടുത്തു പോയി ഇരിക്കട്ടെ. കാണാത്തവര് അതില് ദുബായ് ജുമൈറൊക്കെ മാറ്റണം. കാരണം ഞങ്ങൾക്ക് അതെ ഇനി അജ്മാൻക്ക് വെയർ ഹൗസ് ഒന്ന് പോയി ഞങ്ങൾക്ക് പറ്റെങ്കിൽ ബിസിനസ് മേലൊക്കെ ഒരു വെയർ ഹൗസ് ഇട്ടു. നമ്മളെ സ്റ്റോറിന്റെ ലീഡർ അൻവർ. അൻവർ മുടിയില്ല ക്ലാസ് ഉണ്ട്. ഞാൻ വിചാരിച്ചു ഇടിവെട്ട് അൻവർ ഈപ്പൊരു അൻവർ. അൻവർ സത്യം പറയാലേ
ജോർജിയയിൽ ഒരു ഗ്ലോബൽ മെഡലിംഗ് തുടങ്ങിയാണെങ്കിൽ അൻവർ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവാൻ ഇപ്പൊ തന്നെ ഞാൻ കൊറേ പറഞ്ഞു നോക്കി എന്റെ പാസ്പോർട്ട് പോയി പിന്നെ എമിറേറ്റ് അടി കാണാനില്ല ഞാൻ നിന്നോളൊക്കെ ഞാൻ പറഞ്ഞു പക്ഷെ അവന്മാര് പറഞ്ഞ കോപ്പിന്റെ ഫോട്ടോ കൊണ്ടുപോവാ ഞാൻ എന്താക്കാനാ ഞാൻ ഇവിടെ നിക്കാൻ പറഞ്ഞിട്ട് കേക്കണ്ടേ കുത്തി പിടിച്ച് ബാഗിൽ നിന്ന് സാറ് തപ്പിടുത്ത് എല്ലാരും കൂടി വെറുതെ ഓരോരുത്തമാര് കേസ് ഞാൻ മര്യാദക്ക് ഇവിടെ വന്നിട്ട് പിന്നെ ആ ഹോട്ടലില് പിന്നെ ആസ്ട്രിയ ഹോട്ടലില് പിള്ളേരപ്പൊ ഞാന് അതെ സ്റ്റാഫായി നിന്നോളാന്ന് ഞാൻ പറഞ്ഞു കേക്കണ്ടേ എന്താക്കാനാ. ഷബീബാണ്. ഷബീബിന് പറയാനുള്ളത് എന്താ വെച്ചാല് ഷബീബിന് പറയാനുള്ളത് ജോർജിയയിൽ ഒരു വെയർഹൗസ് തുടങ്ങിയിട്ട് ഷബീബിനെ എങ്ങോട്ട് ഷിഫ്റ്റ് ആക്കണം എന്നാണ് ഷബീബ് പറയുന്നത്. അപ്പൊ അൻവറും ഷബീബും ഇപ്പൊ സീൻ ഇട്ട് ട്രാൻസ്ഫർ കൊടുത്തു കഴിഞ്ഞു. സംഭവം ഷബീബ് പറഞ്ഞെന്താ വെച്ചാല് ചില്ലർ കേടന്നാലും കുഴപ്പമില്ല, ചില്ലറിന് സർവീസ് ചെയ്യണ്ട, ചില്ലർ വേണ്ട, ഡോറ് തുറന്നിട്ടാ മതി. ചില്ലിങ്ങനെ ആവശ്യത്തിന് ഒരു നമ്പർ ഇങ്ങനെ രണ്ടടി മൈനസ് വരെ സാധനം പോകും. ആസാനം ഇങ്ങനെ ഇതിങ്ങനെ തുറന്നിട്ട് കൊടുത്താൽ മതി. പിന്നെ അത് മാത്രല്ല ഓനക്ക് വെള്ളം കുടിക്കാനൊക്കെ ഐസും കിട്ടും, കുടുങ്ങാണ് കുറച്ച് ഐസ് വാരുക. പിന്നെ എപ്പോഴും ഐസ് ആയതുകൊണ്ട് കുടിക്കണ്ട ഐസ് വരുത്തിക്ക് വേറെ ചെറിന്റെ ഐസ് ഡ്രോപ്പ് എടുത്തിട്ട് ഐസ് ഉണ്ടാക്കിയ ആളാണ് ഓക്സിഫർ ഡ്രോപ്പ് ഐസ് ചെറിന്റെ ഐസിലേക്ക് ഇട്ടിട്ട് അതിനെ കൊണ്ട് മറ്റേ ചൊരന്റെ ഐസ് ഉണ്ടാക്കി കുടിച്ച ആളാണ് മറ്റേ മരം കൊത്തി മോറാൻ ഷബീബ്. ഇനി മുതൽ 16 ഇടാണ് ഓപ്പറുടെ 16 കുറച്ചുകൂടി കൊടുത്താൽ മതി.